എല്ലാവർക്കും ടോണി ചേട്ടൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ആർദ്രം ഇൻറ്റീരിയൽസിൻ്റെ ഒരു അടിപൊളി ഒരു പാർട്ടീഷൻ വർക്കിൻ്റെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പാർട്ടീഷനൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ഇതൊക്കെ നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കണ്ടല്ലോ, ഇത് നമ്മുടെ ഈ പാർട്ടീഷൻ ചെയ്യുമ്പോഴേക്കും ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമില്ല, ആ ഭാഗത്ത് ഇപ്പം നമ്മൾ പാർട്ടീഷൻ ചെയ്യുമ്പോൾ മിക്കവാറും നമ്മൾ ഒന്നെങ്കിൽ മൾട്ടിവുഡ് അല്ലെങ്കിൽ ഫ്ലൈവുഡൊക്കെ ഉപയോഗിച്ചായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഫ്ലൈവുഡ് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ ഈർപ്പം വരാതിരിക്കാനോ അല്ലെങ്കിൽ അത് ചെതുക്കിച്ച് പോകാതിരിക്കാനോ കൂറാനൊക്കെ കുത്താതിരിക്കുന്നതിന് ഇതുപോലെ മറൈൻ കോട്ട് എന്ന് പറഞ്ഞൊരു പോളിഷ് ഉണ്ട്. അത് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം പിടിക്കത്തൊന്നുമില്ല, നല്ല ഒരു ഓയിലി ആയിട്ട് സംഭവം നിൽക്കും. സംഭവം നല്ലൊരു പെയിൻറ്റിങ്ങിനെക്കാട്ടിലൊക്കെ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് നല്ല സംഭവം നിൽക്കും. നല്ലൊരു ഗ്ലേസിങ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും അത് അടിച്ചു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലൈവുഡിനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഭിത്തിയുമായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പം പാർട്ടീഷനൊക്കെ ചെയ്യുമ്പോഴേക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പാർട്ടീഷൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതുപോലൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ചെയ്യാൻ നേരം ഇച്ചിരി എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ പാർട്ടീഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഭിത്തി സൈഡിൽ വരുന്ന ഷീറ്റാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഇന്നർ മൈക്കൊക്കെ ഒട്ടിച്ചൊക്കെ റെഡിയാക്കി റൂട്ടറൊക്കെ അടിച്ച് മറ്റേ സൈഡിൽ നമ്മളിപ്പം ഇപ്പോൾ അടിച്ച കണക്ക് മറൈൻ കോട്ടൊക്കെ അടിച്ച് നല്ല സെറ്റാക്കി എടുക്കുകയാണ്. ഇനി റൂട്ടറൊക്കെ അടിച്ച് നല്ല ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഭിത്തിയിലോട്ട് പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി പരിപാടിയൊക്കെ നോക്കിയാലോ. നമ്മുടെ പാർട്ടീഷൻ്റെ പരിപാടി തുടങ്ങി കഴിഞ്ഞതുകൊണ്ട് നമ്മൾ നേരത്തെ മറൈൻ കോട്ട് അടിച്ച ഷീറ്റാണ് ഇതായി പിടിപ്പിച്ചിരിക്കുന്നത്. കണ്ട് അതിൽ നമ്മൾ തട്ടിനുള്ള പീസൊക്കെ വെച്ച് സ്ക്രൂ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ മുകളിലോട്ടുള്ള തട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഷീറ്റ് വരെ നമ്മളിത് ഹോൾ അടിച്ചിരിക്കുന്നുണ്ട്. ഇത് ലൈറ്റ് വരാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് നല്ല ലൈറ്റ് അതിനുള്ള ഹോളൊക്കെ അടിച്ച് നമ്മളിനി നേരെ മുകളിൽ കണ്ട ഭാഗത്തോട്ട് ഇത് പിടിപ്പിക്കാനുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം ബാക്കിയുള്ള പരിപാടി എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. അപ്പോൾ എന്താ നമ്മുടെ പില്ലറൊക്കെ ഏകദേശം റെഡി ആയി കഴിഞ്ഞ് പില്ലറിൽ ഇതിനൊക്കെ 3 തട്ടൊക്കെ ഇട്ട് അടിപൊളിയാക്കി സംഭവം സെറ്റ് ചെയ്ത് ഇനി അതിൻ്റെ അകത്ത് വയറിംഗ് ഒക്കെ ചെയ്യാൻ പോവാണ് കണ്ടോ. വയറിംഗ് ഒക്കെ എടുത്ത് വരുവാണ് കണ്ടോ. ഇനി ഈ സൈഡിലും കൂടെ നമ്മുടെ പില്ലർ വരുന്നുണ്ട്. താഴെ ഒരു ബോക്സ് വന്നു. ഇനി ബോക്സിൻ്റെ മുകളിലോട്ട് ആ പില്ലറുമായി. അപ്പോൾ നമ്മുടെ പില്ലറൊക്കെ റെഡിയാക്കി ഏകദേശം നമ്മുടെ ഔട്ട് ഓഫ് ഒരു ബോഡിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൽ മൈക്ക് ഒട്ടിക്കുന്ന പരിപാടിയാണ്. മൈക്ക് ഒട്ടിക്കുമ്പോഴേക്ക് നമ്മൾ ആദ്യം നിന്ന് മൊത്തത്തിൽ സാൻഡ് അടിച്ച് നല്ല ലെവലാക്കണം. കാരണം ഫ്ലൈവുഡ് ആയതുകൊണ്ട് ഫ്ലൈവുഡിന് അവിടെ ഇവിടെയൊക്കെ ചെറിയ തടിപ്പൊക്കെ കാണും. അപ്പോൾ അതെല്ലാം നല്ലപോലെ അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കണം. നല്ലപോലെ കണ്ട സാൻഡ് അടിച്ചിട്ടേക്കുവാണ്. ഇപ്പോൾ കണ്ട അടിപൊളിയായിട്ട് സാൻഡറൊക്കെ അടിച്ച് ആ തടിപ്പൊക്കെ കളഞ്ഞ് ഇനി നമുക്ക് ബാക്കിയുള്ള തട്ടിൽ വരുന്ന ഹോൾ അടിക്കാനുള്ള പീസ് മറ്റേ ലൈറ്റ് വരുന്ന പീസാണ് ഇത് കണ്ടത്. അതിൽ നമ്മൾ ഹോൾ അടിച്ച് ഇനി ഇതാ നമ്മൾ ആ ടോപ്പിലൊക്കെ നമ്മളിനി മൈക്ക് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് പശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ആദ്യം നമ്മൾ ആ ടോപ്പിലെ ഷീറ്റാണ് ഒട്ടിക്കാൻ പോകുന്നത് കണ്ടോ മൈക്ക. അപ്പോൾ നമ്മൾ അതിനായിട്ട് പശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോ. ഇനി പശയൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇനി നമ്മളിവിടെ ഒട്ടിക്കാൻ പോകുന്ന മൈക്ക ഏതാണെന്ന് നോക്കട്ടെ. അപ്പോൾ എന്താ കണ്ടോണം നമ്മളിവിടെ ഒട്ടിക്കാൻ പോകുന്ന മൈക്കയാണ് ഇത് കണ്ടോ. ഇതാണ് നമ്മുടെ ഷെയ്ഡ് കണ്ടോ. വുഡ് ഷെയ്ഡ് നല്ല ലൈറ്റ് വുഡ് ഷെയ്ഡാണ്, ഗ്ലോസി മൈക്കയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒട്ടിക്കാനുള്ള പശയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതാ നമ്മൾ അവിടെ ഒട്ടിച്ച് കണ്ടോ നല്ല അടിപൊളിയായിട്ട് സംഭവം സെറ്റാക്കി കഴിഞ്ഞു. അവിടെ നമ്മൾ ആദ്യത്തെ ഷീറ്റ് അങ്ങ് ഒട്ടിച്ചു. ഇനി നമ്മൾ മൊത്തം ഇത് കണക്ക് ഷീറ്റ് ഒട്ടിക്കാൻ പോവുകയാണ്, മൈക്ക് ഒട്ടിക്കാൻ പോവുകയാണ്. ഇത്രയും മൈക്ക് ഒട്ടിച്ചതിന് ശേഷം നമ്മൾക്കിനി ഫേസിലെ മൈക്ക് ഒട്ടിക്കണം. അപ്പോൾ ഫേസിലെ മൈക്ക് ഒട്ടിക്കുന്നതിനായിട്ട് നമ്മളിപ്പോൾ ഒട്ടിച്ച് മൈക്കയുടെ എല്ലാം സൈഡ് നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമല്ലോ. അപ്പോൾ അതെല്ലാം നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതിനോട് കൂടി തന്നെ നമ്മുടെ ഈ പാർട്ടീഷൻ ചെയ്തതിൻ്റെ ഫ്ലൈവുഡിൽ തന്നെയുള്ള പ്രൊജക്ഷനൊക്കെ ഉണ്ടാകും. അതുപോലെ സ്ക്രൂ ഒക്കെ ഉണ്ടാകും. അതെല്ലാം നമ്മൾ അടിച്ച് നല്ലപോലെ സാൻഡ് അടിച്ച് നല്ലപോലെ ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മൾ അടുത്ത ഫേസ് ഒട്ടിക്കുമ്പോഴേക്കും നല്ല കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ബെൻഡ് അല്ലെങ്കിൽ സൈഡൊക്കെ ഇങ്ങനെ ചരിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ ഇനി നമ്മളിപ്പം ഫേസിലെ പരിപാടി തുടങ്ങാൻ പോവുകയാണ്. ഫേസൊക്കെ ഒട്ടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള മൈക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അത് ഫേസൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് നോക്കാവേ.
അപ്പോൾ നമ്മളിതാ ഫേസിലേക്ക് മൈക്കൊക്കെ ഏകദേശം ഒട്ടിച്ച് തീരാറായി. ഇതാ ടോപ്പിൽ കാണുന്നത് കുറച്ചും കൂടെ ഉള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫേസൊക്കെ ഒട്ടിച്ചേക്കുന്ന കണ്ടത് ഇപ്പോൾ കൂടുതൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി അവസാനം നമ്മളിത് ഡ്രിം ചെയ്ത് നല്ല ലെവലാക്കി എടുക്കണം. അപ്പോൾ അത് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ, നോക്കിക്കണം എങ്ങനെയാണ് എടുക്കുന്നതൊക്കെ. അപ്പോൾ എന്താ കണ്ടോ, ഇനി ആ ഫേസിൽ ടോപ്പിൽ കാണുന്ന ഒരൊറ്റ പീസും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പാർട്ടീഷൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്കിനി ഡ്രിം ചെയ്യുന്ന പരിപാടിയും കൂടെ നോക്കി കഴിയാം അല്ലേ. അപ്പോൾ എന്താ കണ്ടോണേ. അങ്ങനെ നമ്മുടെ പാർട്ടീഷൻ്റെ ഏകദേശം വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ള ഇതിൻ്റെ മൊത്തം പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്, അതെല്ലാം എടുത്ത് കളയണം. അതാണ് എഡ്ജിലൊക്കെ ഇങ്ങനെ പിരിവരാന്നിരിക്കുന്നുണ്ടല്ലേ, ആ പ്ലാസ്റ്റിക് കളഞ്ഞുമ്പോഴേക്ക് ഏറ്റവും ഫിനിഷിംഗ് ആവും. പിന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി, നല്ല സെറ്റപ്പാണ്. പിന്നെ അത് താഴെ കാണുന്ന ഒരു ഡോർ കണ്ടോ, താഴെ ആ ബോക്സിൽ അതിനൊരു ഡോറും കൂടെ പിടിപ്പിക്കാനുണ്ട്. അതുപോലെ തന്നെ വയറെല്ലാം വലിച്ചിട്ടിരിക്കുന്ന ലൈറ്റും കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ സംഭവം ഒക്കെ എല്ലാം അടിപൊളി പാർട്ടീഷൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലൊരു പാർട്ടീഷൻ നമ്മുടെ വീടുകളിൽ ആവശ്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക. ആർദ്ര മെറ്റീരിയൽസിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ചാനലായ ടോണി ചേട്ടൻ വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി കാണാം. നന്ദി.